ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് AK സ്പൈസസിൻ്റെ മിക്സ് ഫ്രൈ മസാല വെച്ചിട്ടാണ് നമ്മൾക്കൊരു അടിപൊളി മത്തി ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തി, അതിനാവശ്യമുള്ള ചെറുനാരങ്ങ, കറിവേപ്പില. ഇനി നമുക്ക് മസാല കൂട്ടെടുക്കാം. ആവശ്യത്തിന് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചെറുനാരങ്ങ നീര്, പിന്നെ കുറച്ച് തേങ്ങ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും മില്ലിൽ നിന്ന് ആട്ടിയ ഒറിജിനൽ എണ്ണയാണ്. അത് ഈ ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ഉപയോഗിക്കാം. നമ്മൾ മസാല റെഡിയാക്കിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഉപ്പൊക്കെ കറക്റ്റാണ്. മത്തി ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യണം. മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കും. ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇതിലേക്ക് നമ്മൾ വേറൊന്നും ചേർത്തില്ല. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നോക്കി ചേർത്താൽ മതി. മസാല നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെയും പകുതിയിൽ മുകളിൽ ബാക്കിയുണ്ട്. മീനിൽ വെച്ച് നല്ല മീൻ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് മത്തിയാണ്. മത്തിൻ്റെ പ്രത്യേകത നല്ല ആരോഗ്യം, അതുപോലെ തന്നെ എല്ലാ മത്തിയിൽ നല്ല ഗുണങ്ങൾ, വിറ്റാമിൻ C ആണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ജപ്പാൻകാർക്ക് ഒരു ദിവസം ഒരു മത്തി നിർബന്ധമായിട്ടും കഴിക്കണം. അത്രയും ആരോഗ്യമുള്ളത്. കഴിക്കുമ്പോൾ കറി വെച്ചിട്ടോ ഫ്രൈ ചെയ്തിട്ടോ ചുട്ടി കഴിക്കലാണ് ഏറ്റവും നല്ലത്. ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ലൈറ്റ് എണ്ണയിൽ, തേങ്ങ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് കഴിക്കലാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള കറിവേപ്പിലക്ക് പ്രത്യേകം ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട് കറിവേപ്പിലക്ക്. കുറച്ച് തേങ്ങ എണ്ണ കൂട്ടി കൊടുക്കാം. ക്കാൻ എന്നും നല്ലത് തേങ്ങ എണ്ണ തന്നെയാണ്. ഞാൻ ലൈറ്റായിട്ട് എണ്ണ കൊടുത്തിട്ടാണ് മീനൊന്ന് പൊരിച്ചെടുക്കുന്നത്. ചെറിയ തീയിൽ പൊരിച്ചാൽ മതി, മീഡിയം തീയിൽ. നമ്മുടെ അടിപൊളി മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫ്രൈ മസാല മിക്സ് വെച്ചിട്ട് ചെയ്തത് നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ കൊടുത്തു നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.